ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയാണ് ചിന്താമണി ചിക്കൻ. തമിഴ്നാട്ടിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചിക്കൻ വിഭവമാണ് ഈ ചിന്താമണി. ഇതിന് ഒരുപാട് മസാലകളൊന്നും വേണ്ട കേട്ടോ. മെയിനായിട്ട് മൂന്നേ ഇൻഗ്രീഡിയൻസ് മതി. വളരെ ഈസിയാണ് ഉണ്ടാക്കാനും. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ 1 കിലോ ചിക്കൻ കൊണ്ടാണ് നമ്മൾ ചിന്താമണി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് കഴുകി വെള്ളം വാർക്കാൻ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിലെ മൂന്നാമത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഉണക്കമുളക്. ഇത് ഫുള്ളായിട്ടൊന്നും വേണ്ട കേട്ടോ. 1 കിലോ ചിക്കനിലേക്ക് എത്ര വേണ്ടത് എന്നുള്ളത് ഞാൻ പറയാം. പിന്നെ ഈ ചിന്താമണി ചിക്കൻ ഉണ്ടാക്കുന്നത് നല്ലെണ്ണയിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോഴാണ് ഇത് പെർഫെക്റ്റ് ആവുന്നത്. അപ്പോൾ അതിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് പ്രത്യേകിച്ച് മസാലകളൊന്നും വേണ്ട. ഉപ്പുപൊടി മഞ്ഞൾപ്പൊടി മാത്രം മതി. അപ്പോൾ നമ്മൾ ഈ ഉള്ളിയും മുളകൊക്കെ റെഡിയാക്കുമ്പോഴേക്കും ഇത്തിരി നേരം ഉപ്പ് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി വയ്ക്കാം. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ആണെങ്കിൽ 2ആയി കട്ട് ചെയ്താൽ മതി. ഇത് അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ട് ഞാനൊരു 3ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1 കിലോ ചിക്കനിലേക്ക് 250 ഗ്രാം ചെറിയ ഉള്ളി തന്നെ വേണം കേട്ടോ. പകരം സവാളയൊന്നും എടുക്കരുത്. ഈ ചിന്താമണി ചിക്കൻ ഉണ്ടാക്കാൻ എന്തെങ്കിലും ഒരു പണി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ചെറിയ ഉള്ളി തൊലിക്കൽ മാത്രമാണ് കേട്ടോ. അത് മാറ്റി നിർത്തിയാൽ നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. പിന്നെ ഈ ചെറിയ ഉള്ളിയുടെ ടേസ്റ്റൊക്കെയാണ് കേട്ടോ അതിൻ്റെ മെയിൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ഒഴിവാക്കാനും പറ്റില്ല. അങ്ങനെ ഇതോടെ കഴിഞ്ഞ് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. തീരെ ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യണമെന്നില്ല കേട്ടോ. ഡയറക്റ്റ് അതേപോലെ തന്നെ യൂസ് ചെയ്യാം. ഇനി ഇതേപോലെ തന്നെ ഈ ഉണക്കമുളകും കൂടെ 4ആയി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 30 മുളക് 1 കിലോ ചിക്കനിലേക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള അരിയൊക്കെ കളയണം. ഈ കുരു കളഞ്ഞിട്ടില്ലെങ്കിൽ നന്നായിട്ട് എരിയും. എരിവ് പ്രശ്നമില്ലെങ്കിൽ മിക്സിയുടെ ജാറിലൊന്ന് പൊട്ടിച്ചിട്ട് ചില്ലി ഫ്ലേക്സ് ആയിട്ടും നമുക്കിതിലേക്ക് എടുക്കാം. 2ആയി കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്ക്വീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുരു പെട്ടെന്ന് കിട്ടും കേട്ടോ. അതിനുശേഷം ഇങ്ങനെ 4ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1 കിലോ ചിക്കനിലേക്ക് 30 മുളകൊക്കെ വേണം കേട്ടോ. അപ്പോൾ അതിൽ 25ഓളം മുളക് ഞാൻ ഇതുപോലെ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവസാനം ഒരു 5-6 മുളകോളം ചില്ലി ഫ്ലേക്സ് ആയിട്ടും എടുക്കുന്നുണ്ട്. നേരത്തെ ചെറിയ ഉള്ളിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ഉണക്കമുളകിൻ്റെ ഫ്ലേവറും അതിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ചിന്താമണി ചിക്കനെ വെറൈറ്റി ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് മസ്റ്റാണ്, ഒട്ടും കുറയ്ക്കാതെ തന്നെ എടുക്കണം. അപ്പോൾ നമ്മൾ കൂടുതൽ എടുക്കുമ്പോൾ അതിൻ്റെ കുരു പെട്ടിട്ടുണ്ടെങ്കിൽ എരിവ് കൂടിപ്പോകും. അപ്പോൾ അതുകൊണ്ടാണ് കുരു ഒഴിവാക്കുന്നത്. ഒരു പോട്ടിലേക്ക് 6-7 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉണക്കമുളകില്ലേ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് കരിയാതെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പം മുളക് വറുത്തത് ഇത്രയ്ക്ക് തന്നെ ആവണ്ട കേട്ടോ. ഞാൻ ക്യാമറയിൽ നോക്കി ചെയ്തത് കാരണം കുറച്ച് കൂടിപ്പോയി. അത് കുഴപ്പമില്ല. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ ചെറിയുള്ളിയും കൂടി ഇട്ടിട്ട് വഴറ്റുക. നല്ലെണ്ണയിൽ ഈ ചെറിയുള്ളിയും മുളകൊക്കെ വഴറ്റണ സമയത്ത് വരുന്ന ആ സ്മെല്ലില്ലേ, അത് ചിക്കനിലേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു ഫ്ലേവറാണ് ചിന്താമണി ചിക്കനെ വെറൈറ്റി ആക്കണത് കേട്ടോ. അപ്പോൾ ഈ ഉള്ളിയിലേക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കനിൽ ഉപ്പ് തേച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ഉള്ളിയിലേക്ക് മാത്രമായിട്ട് ഒരു പിഞ്ചുപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം ഒരു 5-6 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. ഈ സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. ഇപ്പോൾ ഇതൊരു 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കാം. ചിക്കൻ ഇങ്ങനെ വിളറി വെളുത്തിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് സംശയം തോന്നിട്ടോ, ഇത് ടേസ്റ്റ് ഉണ്ടാവുമോ? അത് നമ്മുടെ മനസ്സിനെങ്ങനെ വല്ലാതെ പ്രലോഭിപ്പിക്കും കേട്ടോ. എന്താണെന്നറിയോ, ഇഞ്ചി വെളുത്തുള്ളി ഇടാനും തക്കാളി ഇടാനും മസാലകൾ ഇടാനും ഒക്കെ. പക്ഷെ ചെയ്യരുത്. അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ചിന്താമണി ചിക്കൻ ആവില്ല. നമുക്ക് വേറെ എന്തെങ്കിലും പേരിടേണ്ടി വരും. ഞാനിവിടെ എടുത്ത് പറയണത് ഒരു പ്രാവശ്യം എനിക്കങ്ങനെ അബദ്ധം പറ്റിയതാണ് കേട്ടോ. അപ്പോൾ പിന്നീട് അത് ഇടാതെ ഉണ്ടാക്കിയപ്പോഴാണ് ശരിക്കും ടേസ്റ്റ് വ്യത്യാസം മനസ്സിലായത്. ഒന്നുകൂടെ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ വേവിക്കാം. ചിക്കനിൽ നിന്ന് നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്.
ഇപ്പോൾ ഉള്ളിയും മുളകും എല്ലാം കൂടെ മിക്സായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോഴേക്കും ചിക്കൻ വേവും ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്നും കൂടെ അടച്ച് വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 ഉണക്കമുളക് മിക്സിയിൽ ഒന്ന് പൊട്ടിച്ചിട്ട്, നന്നായി അരയ്ക്കേണ്ട, ചെറുതായി ഒന്ന് പൊടിച്ചതിന് ശേഷം ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ ചേർക്കുമ്പോൾ അത്യാവശ്യം എരിവും ഉണ്ടാവും, നല്ലൊരു കളറും കിട്ടും കേട്ടോ. വേണമെങ്കിൽ 1/2 ടീസ്പൂണിനടുത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതേപോലെ ഒന്നുകൂടെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊന്നും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാക്കില്ല. അങ്ങനെ നമ്മുടെ ചിന്താമണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കനിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലപോലെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം കളറുണ്ട്. ആ മുളകെല്ലാം അതിലേക്ക് അലിഞ്ഞ് ചേർന്ന് നല്ലൊരു കളറും കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ്, ഒരു വെറൈറ്റി സ്മെല്ലാണ് കേട്ടോ. നല്ലെണ്ണയിലാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഈ മുളക് പൊടിയുടെയും മുളകിൻ്റെയും ചെറിയ ഉള്ളിയുടെ ഒക്കെ ഒരു ഫ്ലേവർ ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോളൂ. നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ, വെറൈറ്റി ചിക്കൻ തന്നെയാണ് കേട്ടോ ചിന്താമണി. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇഞ്ചിയും വെള്ളുള്ളിയൊക്കെ ഒഴിവാക്കിയാലുള്ളൂ ഇതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത് തന്നെ മറ്റൊരു കിടിലൻ വിഭവവുമായിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.